ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൺ ലൈഫ് ആസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് നെന്മാറ വല്ലങ്കി വേല. എന്താണ് നെന്മാറ വല്ലങ്കി വേല? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നെന്മാറ വല്ലങ്കി വേല അല്ലെങ്കിൽ നെന്മാറ വേല പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ സ്ഥിതി ചെയ്യുന്ന നെല്ലികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് നെന്മാറ വല്ലങ്കി വേല എന്നത്. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർഷിക ഉത്സവമാണ്. ഇത് എല്ലാ വർഷവും ഏപ്രിൽ മാസമായിരിക്കും ഇത് നടത്തുക. അതായത് മലയാള മാസം അനുസരിച്ച്, മലയാള കലണ്ടർ അനുസരിച്ച് മീനം 20-നാണ് പ്രധാനപ്പെട്ട ഉത്സവം. മീനം 1-ന് കൊടിയേറി മീനം 20-ന് അവസാനിക്കും. അങ്ങനെ 20 ദിവസങ്ങൾ തുടർച്ചയായിട്ട് ഉത്സവമായിരിക്കും. അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1, 2, 3 തീയതികളിലാണ് ഇവിടെ ഉത്സവങ്ങൾ നടക്കുക. ഇവിടുത്തെ രണ്ട് ഗ്രാമങ്ങൾ, അതായത് നെല്ലിയാമ്പതി, പാലക്കാട് ജില്ലയുടെ തെക്കേ ഭാഗത്തുള്ള നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന 2 ഗ്രാമങ്ങളാണ് നെന്മാറയും വല്ലങ്കിയും എന്നത്. ഈ ഗ്രാമങ്ങൾ തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നത് 1.3 കിലോമീറ്ററാണ്. ഈ ഗ്രാമങ്ങൾ തമ്മിലുള്ള ദൂരമെന്ന് പറയുന്നത്. അപ്പോൾ അത്ര അടുത്തടുത്താണ്. ഈ ഗ്രാമങ്ങളിൽ തമ്മിലുള്ള മത്സരം പോലെയാണ് ഈ ഉത്സവം നടത്തുന്നത്, നെന്മാറയും വല്ലങ്കിയും. അപ്പോൾ പാലക്കാട് നിന്നും ഏകദേശം 34 കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്നും ഏകദേശം 48 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കൊല്ലങ്കോടാണ്. ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് കോയമ്പത്തൂർ എയർപോർട്ടാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ എയർപോർട്ടാണ്. 88 കിലോമീറ്ററാണ് കോയമ്പത്തൂർ എയർപോർട്ടിന് ഇവിടേക്കുള്ള ദൂരം. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഏകദേശം 102 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മൂപ്പിൽ നായർ എന്നത്. അപ്പോൾ അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടൊന്ന് പ്രതിഷ്ഠിച്ച അമ്പലമാണ്, അല്ലെങ്കിൽ തപസ് ചെയ്തുകൊണ്ടൊന്ന് ദേവി ഇവിടെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. അവിടെയാണ് അമ്പലം പണിതതെന്നുമാണ് ഐതിഹ്യം പറയുന്നത്. അതായത് അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദേവി പ്രതിഷ്ഠിക്കുകയും പിന്നീട് അദ്ദേഹം തിരിച്ച് ദേശത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് കയ്യിലൊരു കുടയുണ്ടായിരുന്നു. ആ കുട അദ്ദേഹം കരയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു കുളത്തിൽ കുളിക്കാനിറങ്ങുകയും തിരിച്ച് കയറിയിട്ട് അദ്ദേഹം ആ കുട എടുക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരെ വിളിക്കുകയും അവരും അത് എടുക്കാൻ നോക്കിയിട്ട് കുട എന്ത് ചെയ്താൽ സാധിക്കുന്നില്ല, പൊക്കാൻ പറ്റുന്നില്ല. അപ്പോഴവിടെ ഒരു പ്രശ്നം വെച്ച് നോക്കുകയും ആ പ്രശ്നത്തിൽ ദേവി സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ അവിടെ ഒരു അമ്പലം പണിയുവാനായിട്ട് നാട്ടുകാർ തീരുമാനിക്കുകയും അങ്ങനെ അമ്പലം പണിയുകയും ചെയ്യുകയായിരുന്നു. അതാണ് നെല്ലിയാമ്പതി അമ്പലം എന്നത്, ഭദ്രകാളി ക്ഷേത്രം എന്നത്. അപ്പോൾ ഇതാണ് ഇതിന് പിന്നിൽ ഐതിഹ്യം എന്നത്. പിന്നീട് ഈ ഉത്സവം നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഭദ്രകാളി ദേവി ധാരകനെ വധിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ നെന്മാറ വല്ലങ്കി ഉത്സവം നടത്തുന്നതെന്നും അങ്ങനെ ഒരു ഐതിഹ്യവുമുണ്ട്. അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർഷിക ഉത്സവങ്ങളിലൊന്നാണ് ഈ നെന്മാറ വല്ലങ്കി വേല എന്നത്. ഈ 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള മത്സരം പോലെയാണ് ഇവർ ഈ ഉത്സവം നടത്തുന്നത് തന്നെ. അതായത് വെടിക്കെട്ടുകളും നിറക്കൂട്ടുകളും ആനയും അമ്പാരികളും അങ്ങനെ നിറക്കൂട്ടുകളും ഒക്കെ അങ്ങനെ വളരെ മനോഹരമായ രീതിയിലായിരിക്കും ഈ ഉത്സവം ഇവിടെ നടത്തുന്നത് തന്നെ. ഇത് കാണുവാനായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. ഈ വർഷം ഏപ്രിൽ 1, 2, 3 തീയതികളിലാണ് ഇത് നടക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.